എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടായത്. നീ ഒളിച്ചോടി പോയെങ്കിൽ അവനോടൊപ്പം അവന്റെ വീട്ടിലാ താമസിക്കേണ്ടത്. അല്ലാതെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ഞാൻ വന്നതേ എന്റെ ഏട്ടത്തിയുടെ ചടങ്ങിനാടി. എന്റെ ഏട്ടനും ഏട്ടത്തെയും വിളിച്ചിട്ട്. ഓ, വിളിച്ചില്ലെങ്കിൽ നീ വരുമല്ലോ. ചിലപ്പോ വന്നെന്നിരിക്കും. എനിക്കും സാഗരേട്ടനുവേ എന്റെ ഏട്ടനെയും ഏട്ടത്തെയും അത്രക്കിഷ്ടമാ. പിന്നെ നീ നിന്റെ വീട്ടിലേക്ക് പോയ സ്ഥിതിക്ക് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ തന്നെ ആ ചടങ്ങ് നടക്കുമ്പോ ലക്ഷ്മിയടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലല്ലോ നീ വന്നത്, ത്രാകാനല്ലേ. നിന്റെ ഒക്കെ ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലോട്ട് പോകുന്നത്. നീ നിന്റെ വീട്ടിലോട്ട് പോകുന്നതേ നിന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വിഷം ചേർത്ത പൊടി മേടിച്ചോണ്ട് വരാനല്ലേ. എന്നിട്ട് വേണം അത് ഏട്ടത്തിക്ക് കലക്കി കൊടുക്കാൻ. അപ്പൊ പിന്നെ എനിക്ക് സംഭവിച്ചത് തന്നെ ഏട്ടത്തിക്കും സംഭവിക്കുമല്ലോ. 7 മാസത്തെ ചടങ്ങില് ഏട്ടനും ഏട്ടത്തെയൊക്കെ കരയുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഞാൻ എന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പൊടി വാങ്ങിക്കാനാ പോയെന്ന്? അതിനിപ്പൊ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമൊന്നുമില്ലടി. നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സംശയിക്കില്ലായിരുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടത്തിയുടെ 7 മാസത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ നിനക്ക് ഒരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ആ ചടങ്ങ് കണ്ടു നിൽക്കാനുള്ള ശക്തിയും ഇല്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കണം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സംശയിച്ചോ? ഇഷ്ടം പോലെ സംശയിച്ചോ? എനിക്ക് പണിയുണ്ടടി. അതില്ലാത്തത് നിനക്ക് നിന്റെ ഭർത്താവിനോ? അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പണി ഉണ്ടാക്കണമല്ലോ. ഞാൻ എന്റെ സ്വഭാവം ശീലവും മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിന്റെ ഈ സംസാരത്തിന് തക്കതായ മറുപടി ഞാൻ തന്നേനെ. നീ എന്താന്ന് വെച്ചാ പറഞ്ഞോടി. അതിനുള്ള മറുപടിയൊക്കെ എന്റെ പക്കലുണ്ട്. ഒളിച്ചോടി പോയവള് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുക. നിന്റെ അച്ഛന്റെ വട്ട് മാറിയോടി. ചെല്ല്, എന്റെ വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് പോയി നോക്ക് വട്ട് മാറിയോ ഇല്ലയോന്ന്. അയാൾക്ക് മാത്രമല്ല അയാളുടെ അമ്മയ്ക്കും നിനക്കും ഒക്കെ വട്ട് വരും. അതുപോലെയാ നിന്റെയൊക്കെ പ്രവർത്തികള്. നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് നീയും എല്ലാത്തിനും കൂട്ടായിരുന്നു, അത് നീ മറക്കരുത്. അതെന്തിനാടി നീ കൂടെ കൂടെ പറയുന്നേ? അങ്ങനെയുള്ള ഞാൻ ഇന്ന് തെറ്റ് ശരിയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവളാ. ഞാനൊന്ന് നിന്റെയൊക്കെ കൂടെ നിന്നതിനുള്ള ശിക്ഷയാ എന്റെ വിവാഹത്തിലൂടെ ദൈവം എനിക്ക് തന്നത്. മേഘനെന്ന് ഒരുത്തനെ എനിക്ക് കെട്ടേണ്ടി വന്നതും അതുകൊണ്ടാ. പിന്നെ അതിനുശേഷം ആരാണ് നല്ലവരെന്നും കെട്ടവരെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി മാറി. എന്ന എന്തൊക്കെ അനുഭവം ഉണ്ടായിട്ടും മാറാത്തത് നീ ആടി. നിന്റെ അച്ഛനെ ഇപ്പൊ ശല്യം ചെയ്തോണ്ടിരിക്കുന്നതേ എന്റെ അച്ഛനാ. അതിന്റെ പിന്നില് ഇനിയൊരു കഥയുണ്ടോന്ന് ആർക്കറിയും? ലോറി ഡ്രൈവറായ നിന്റെ അച്ഛനാണോ എന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് ലോറി കൊണ്ടിടിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ, ഇനി അതോടി എന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കേ. അല്ല, എന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ പിന്നാലെ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നതിലും തെറ്റില്ല. നിന്റെ അച്ഛനെ പോലെ എന്തായാലും അന്ന് ലോറി ഡ്രൈവ് ചെയ്തിരുന്നത് കണ്ണീച്ചോറും ഇല്ലാത്തൊരു ദുഷ്ടനാ. അതുകൊണ്ടാ ഇടിച്ചിട്ടിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ലോറി എടുത്തോണ്ട് പോയത്. അല്ലെങ്കിൽ ഇന്നും ഞങ്ങളുടെ അച്ഛൻ ഇവിടെ കണ്ടേനെ. അങ്ങേരിവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ തറവാട്ടില് എനിക്ക് ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയ്ക്കും കുറച്ചുകൂടി അധികാരം ഉണ്ടായേനെ. സമ്പത്തെല്ലാം ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഇരുന്നങ്ങ് വിഴുങ്ങാൻ പറ്റില്ലായിരുന്നു.